ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഈ ജീവിതത്തിൽ ആരെയൊക്കെയോ എന്തിനെയൊക്കെയോ ആശ്രയിക്കുന്നുവോ അവയിൽ നിന്നൊന്നും തന്നെ നമുക്ക് ശാശ്വതമായ തണൽ തരാൻ സാധിക്കുകയില്ല. നാം ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ആരോഗ്യവും സൗഖ്യവും ഉള്ളപ്പോൾ എല്ലാ സുഹൃത്തുക്കളും നമ്മോടൊപ്പം ഉണ്ടാകും. എന്നാൽ നാം അവശരാകുമ്പോൾ, നമുക്ക് ഒന്നിനും പറ്റാത്ത ഒരു ഘട്ടം വരുമ്പോൾ നമ്മിൽ നിന്ന് ബന്ധുക്കളും മിത്രങ്ങളും അതുപോലെ മറ്റെല്ലാം തന്നെ അകന്നകന്നു പോകുന്ന ദയനീയമായ കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടൊരു കവി പറയുകയാണ്, പുത്രന്മാരോ കളത്രമോ ഗേഹമോ മിത്രമോ ബന്ധുവർഗമോ ഭൂമിയോ വിത്തമോ തൻ്റെ കൂടെ വരില്ലഹോ ചത്തുപോകുന്ന നേരം ശിവശിവ. അന്ധകന്ധൻ വരുമ്പോൾ ഉദയകാത്ത ബന്ധു എന്തോരു ബന്ധു നിനയ്ക്കുക. അന്ധകാരിയെ സേവിച്ചുകൊള്ളിലോ അന്ത്യകാലത്തും ബന്ധുവായി വന്നിടും. ഇതെത്ര പരമാർത്ഥമാണെന്ന് ഈ ലോകത്തിലേക്കൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്ക് വ്യക്തമാകുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ ഇനി യഥാർത്ഥമായ സ്നേഹത്തോടു കൂടി കണ്ണുനീരൊഴുക്കി നമ്മുടെ അടുത്ത് നിൽക്കുന്നുവെങ്കിലും അവർക്ക് നമ്മെ സഹായിക്കാൻ സാധിക്കുകയില്ല. സഹായത്തിൻ്റെ കാര്യത്തിൽ അവർ നിസ്സഹായരാണ്. ഡോക്ടറെ കാണിക്കുക എന്നതവർ ചെയ്തു എന്ന് വരാം, പക്ഷേ ഡോക്ടർക്ക് നമ്മെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അതാണ് പുത്രന്മാരോ കളത്രമോ ഗേഹമോ. പുത്രന്മാരോ നമ്മുടെ ഭാര്യാഭർത്താക്കന്മാരോ അതുപോലെ വീടോ എത്ര സുന്ദരമായ വീടായാലും ആ വീടോ മിത്രമോ ബന്ധുവർഗമോ ഭൂമിയോ. മിത്രങ്ങളോ ബന്ധുക്കളോ നാം നേടിവെച്ച സമ്പത്തുകളോ ഭൂസ്വത്തുക്കളോ. പുത്രന്മാരോ കളത്രമോ ഗേഹമോ മിത്രമോ ബന്ധുവർഗമോ ഭൂമിയോ വിത്തമോ തൻ്റെ കൂടെ വരില്ലഹോ ചത്തുപോകുന്ന നേരം ശിവശിവ. നാം ഈ ദേഹത്ത് ഈ ശരീരം ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് അതുവരെ നമ്മോടൊപ്പം ഉള്ളവരെല്ലാം, നമ്മെ ചുറ്റിപ്പറ്റി നിന്നിരുന്നവരെല്ലാം നാം യാത്ര പറയുമ്പോൾ ഈ ആരും നമ്മെ അനുകരിക്കുകയില്ല എന്നതൊരു വാസ്തവമല്ലേ. മിത്രമോ ബന്ധുവർഗമോ ഭൂമിയോ വിത്തമോ തൻ്റെ കൂടെ വരില്ലഹോ. നമ്മൾ നേടിവെച്ച ഒരൊറ്റ നാണയം പോലും നമ്മോടൊപ്പം വരില്ല. അന്ധകന്ധൻ വരുമ്പോൾ ഉതകാത്ത ബന്ധു എന്തോരു ബന്ധു നിനയ്ക്കുകിൽ. നമുക്ക് അന്ധകൻ എന്നാൽ യമൻ അല്ലെങ്കിൽ മരണം വരുമ്പോൾ നമ്മെ സഹായിക്കാൻ പറ്റാത്ത ബന്ധു എന്തൊരു ബന്ധുവാണ്. അന്ധകന്ധൻ വരുമ്പോൾ ഉദയകാത്ത ബന്ധു എന്തോരു ബന്ധു നിനയ്ക്കുകിൽ. അന്ധകൻ വരുന്ന സമയത്ത് നമുക്ക് സഹായം തരാൻ കഴിയാത്ത ബന്ധു എന്തൊരു ബന്ധുവാണ്. അന്ധകാരിയെ സേവിച്ചുകൊള്ളിലോ അന്ത്യകാലത്തും ബന്ധുവായി വന്നിടും. അന്ധകാരി എന്നാൽ എന്താണ്? അന്ധകനെ, അതായത് കാലനെ കൊന്നയാൾ. കാലനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം എന്നാൽ സമയം. ഈ സമയത്തെയാണ് ഇവിടെ കാലനായി ചിത്രീകരിച്ചിരിക്കുന്നത്. നല്ല സുഷുപ്തിയിൽ നമുക്ക് സമയമില്ല, സമയത്തെ നമ്മൾ കൊന്നുകളയുന്നു, അല്ലെങ്കിൽ സമയം നമ്മൾ ലയം പ്രാപിക്കുന്നു. അതുപോലെ കാലദേശങ്ങൾക്ക് അതീതമായ അവസ്ഥയിലേക്ക് നാം എത്തണമെങ്കിൽ സർവീശ്വരനുമായി ലയിക്കുക തന്നെ വേണം. അപ്പം ഈശ്വരനുമായി നാം ലയം പ്രാപിക്കുമ്പോൾ കാലം നമുക്ക് ബാധകമല്ല, മരണം നമുക്ക് ബാധകമല്ല എന്നർത്ഥം.
കാലത്തിന് വിധേയമാകാത്ത, കാലാതീതമായിരിക്കുന്ന, അതാണ് അന്ധകാരിയെ സേവിച്ചുകൊള്ളിലോ. കാലത്തിന് അതീതമായിരിക്കുന്ന സർവേശ്വരനെ നാം സേവിക്കുകയാണെങ്കിൽ അന്ത്യകാലത്തും ബന്ധുവായി വന്നിടും. ആ അന്ത്യകാലത്ത് നാം ബന്ധുവായി വരുന്നത് കാലാതീതമായ, ത്രിഗുണാതീതമായ, സർവ ഇടത്തും നിറഞ്ഞിരിക്കുന്ന സർവജ്ഞനായ സർവീശ്വരനാണ് നമുക്ക് അന്ത്യകാലത്തും ബന്ധുവായി വരുന്നത്. അതിന് നാം ജീവിതകാലം മുഴുവൻ ആ അന്ധകനെ നശിപ്പിച്ച, അല്ലെ കാലത്തെ ഇല്ലാതാക്കുന്ന ആ പരമാത്മാവിനെ നിരന്തരം വിചാരം ചെയ്യുക തന്നെ വേണം. അതിനാണ് സേവ എന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരൻ എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. നാം ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മോടൊപ്പമുള്ളത് ഈശ്വരനാണ്. അമ്മയുടെ ഗർഭത്തിൽ ശരീരമുണ്ടാക്കുമ്പോഴും ആ ഈശ്വര സാന്നിധ്യമാണ്. പുറത്ത് വന്നപ്പോഴും അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. പക്ഷേ ഇവിടെ ഈ ലോക വിഷയങ്ങളിൽ ഭ്രമിച്ചപ്പോൾ നമ്മൾ അതിനെ മറന്നുപോയി. അതിൻ്റെ സാന്നിധ്യം തന്നെ പാടെ മറന്നതിനാൽ നാം പറയുന്നു, അങ്ങനെയൊന്നില്ല, ഈ കാണപ്പെട്ടതൊക്കെ തന്നെയാണ് സത്യം, ഇതിലപ്പുറം ഒരു സത്യം വേറെ ഇല്ല എന്നുകൂടി നമ്മൾ ധരിച്ചു വശായിരിക്കുന്നു. പിന്നീട് നമ്മൾ ശരീരം അവശമാകുമ്പോൾ, താൻ ആശ്രയിച്ച വസ്തുക്കൾ ഓരോന്നോരോന്നായി കൺമറയുമ്പോൾ, താൻ ഇതൊന്നുമല്ലാതെ എനിക്ക് വേണ്ടത് എന്ന് ബോധ്യം വരികയും വേണ്ടതെന്തോ അതിനെ പ്രാപിക്കാൻ ഇനി സമയവുമില്ല, ഇതൊന്നും തനിക്ക് തുണയല്ല, ഇനി തനിക്കെന്നും എപ്പോഴും തുണയായിരിക്കുന്നത് അതാണ് അന്ധകാരിയെ സേവിച്ചുകൊള്ളിലോ അന്ത്യകാലത്തും ബന്ധുവായി വന്നിടും. അന്ധകാരിയെ സേവിക്കുകയാണെങ്കിൽ അന്ത്യകാലത്തും നമ്മോടൊപ്പം ബന്ധുവായി വരും എന്ന അറിവാണ് നാം നല്ല കാലത്ത് നേടേണ്ടത്. നല്ല കാലത്ത് ഇത് നേടാൻ, ഈ അറിവ് നേടാൻ നാം പരിശ്രമിക്കാറില്ല. പക്ഷേ നാം ഇപ്പോഴേ നല്ല കാലത്ത് തന്നെ, അതായത് യൗവനയുക്തരാകുമ്പോൾ തന്നെ, നാം ആരോഗ്യവും സൗഖ്യവും ഉള്ളപ്പോൾ തന്നെ നാം ആശ്രയിക്കപ്പെട്ട വസ്തുക്കൾ ഓരോന്നും അനിത്യമാണ് എന്ന് ബോധിച്ച് നിത്യമായ പരമാത്മാവിനെ അഭയം പ്രാപിക്കേണ്ട ഒരവസ്ഥ വിവേകികളായ ആളുകൾക്കുണ്ടാകുന്നു. അവിവേകികളാകട്ടെ ഇതൊക്കെ തന്നെയാണ് സത്യം എന്ന് ഭ്രമിച്ച് ഇതിനെ സമ്പാദിക്കാൻ വേണ്ടി ആയുഷ്കാലം മുഴുവൻ വിനിയോഗിക്കുന്നു. എന്നിട്ടും അവസാനമോ ഇതൊന്നും തനിക്ക് തുണയല്ലാതെ വരികയും താൻ അവശനായി, താൻ അനാഥനായിക്കൊണ്ട് ദേഹം വെടിയുന്ന അവസ്ഥയല്ലേ കാണാൻ കഴിയുന്നത്. അപ്പോഴാണ് ഭയവും പരിഭ്രമവും ഒക്കെ ഉണ്ടാകുന്നത്. അതിനാൽ സന്തോഷത്തോടുകൂടി വസ്ത്രം അഴിക്കുന്നത് പോലെ ഈ ദേഹത്തെ ഇവിടെ ഉപേക്ഷിച്ച് പോകാനുള്ള അറിവാണ് നാം നേടേണ്ടത്. ആ അറിവ് കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. ജീവിതം ധന്യമാക്കി തീർക്കുവാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ആ സർവേശ്വരനെ നിരന്തരം അഭയം പ്രാപിക്കുകയാണ് വേണ്ടത്. പുത്രന്മാരോ കളത്രമോ ഗേഹമോ മിത്രമോ ബന്ധുവർഗമോ ഭൂമിയോ വിത്തമോ തൻ്റെ കൂടെ വരില്ലഹോ ചത്തുപോകുന്ന നേരം ശിവശിവ. അന്ധകണ്ഠൻ വരുമ്പോൾ ഉതകാത്ത ബന്ധു എന്തോരു ബന്ധു നിനയ്ക്കുകിൽ അന്ധകാരിയെ സേവിച്ചു കൊള്ളിലോ അന്ത്യകാലത്തും ബന്ധുവായി വന്നിടും.